ഹായ് ഹലോ, ഞാനിന്ന് പരിപ്പും കായും കൂടെ ഒരു മൊളീശം വെക്കുന്ന മൊളീശം കറീൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ മൊളീശം എന്നാണോ പറയാമെന്നറിയില്ല, ഞങ്ങൾ അങ്ങനെയാണ് പറയൽ. ചിലപ്പോൾ എരിശ്ശേരി എന്നങ്ങാട്ടും പറയുമായിരിക്കും. അതിന് വേണ്ടി ചുവന്ന പരിപ്പ് കഴുകി വൃത്തിയാക്കി ഒരു ചട്ടീൻ്റെ അകത്തിട്ട് ഒരു നേന്ത്രക്കായും കൂടെ മുറിച്ച് അതിൻ്റെ അകത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് അതിനകത്ത് 2-3 പച്ചമുളകും കൂടെ കീറിയിട്ട് അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് നമ്മളിന്ന് ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്, കുക്കറിലല്ല. നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് പരിപ്പും കായും കൂടെ വേവിച്ചെടുക്കുക. പരിപ്പ് വെന്തതിന് ശേഷം അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ. കുക്കറിലാണെങ്കിൽ നമ്മൾ പരിപ്പ് വെക്കുമ്പം തന്നെ ഉപ്പ് ചേർത്താലും കുഴപ്പമില്ല. ചട്ടിയിൽ വെക്കുമ്പോൾ വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഉപ്പിടുക. അതിന് ശേഷം കുറച്ച് തേങ്ങയും ജീരകവും കൂടെ അരച്ച് കലക്കി ചേർത്ത് തിളപ്പിച്ചെടുത്താൽ കറി റെഡിയായി. അതിൻ്റെ അകത്ത് കടുവും പൊട്ടിച്ച് കുറച്ച് തേങ്ങയും കൂടെ മൂപ്പിച്ച് ഇട്ടാൽ കറി റെഡിയായി. പിന്നെ നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ അതിൽ ചേർത്തോ. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഉപ്പിടുന്നതും കുരുമുളക് പൊടി ഇടുന്നതും മിസ്സായിപ്പോയിന് കേട്ടോ. എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. നല്ല ടേസ്റ്റുള്ള മൊളീശം കറിയാണ്. ഓക്കെ.